നമസ്കാരം. ഞാൻ ഡോക്ടർ അനി ഏലിയാസ്, കൊല്ലംകുടിയിൽ ആയുർവേദ വൈദ്യശാലയിൽ നിന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ബി കൂടുന്നതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ 3 ഓർഗനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മളതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ ലിവർ കാരണമാണ് നമുക്ക് ബി കൂടുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാം. അതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് നമ്മളൊരു കുഴപ്പത്തിൽ അകപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിൽ പിടിക്കണം. ഉദാഹരണത്തിന് നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എടുക്കുക, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എടുക്കുക. അപ്പോൾ അന്നേരം അതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്തു, നമുക്ക് പ്രത്യക്ഷമായിട്ട് തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ധാരാളം സിംറ്റം അതിന് മുമ്പേ നമുക്ക് ലഭിക്കും. അത് മനസ്സിലാക്കുന്നതോടെ ഫ്യൂച്ചറിൽ നമുക്ക് ആ ഓർഗണിന് തകരാറുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഉദാഹരണത്തിന് ലിവറിനാണ് പ്രശ്നമുള്ളത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ലിവർ കൊണ്ടാണ് നമുക്ക് ബി കൂടുന്നത് എന്നെങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം ദേഷ്യം വരാറുണ്ടോ? ദേഷ്യം വരാറുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ലിവറിനാണ് പ്രശ്നമുള്ളത്. ലിവർ എന്ന് പറഞ്ഞ ഓർഗന്റെ ഇമോഷൻ പോലും ആങ്കർ എന്ന ഇമോഷനാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ കുട്ടികളോട് ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളോട് വളരെയധികം ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇണകളോട് വളരെയധികം ദേഷ്യപ്പെടുക, ജോലി സ്ഥലത്ത് തങ്ങളുടെ സഹപ്രവർത്തകരോടോ സ്റ്റാഫിനോടോ ഒക്കെ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വളരെ പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഒരു പക്ഷേ നിങ്ങളുടെ ലിവർ പ്രശ്നത്തിലാണ് എന്നുള്ള ഓർക്കുക. എങ്ങനെയാണ് ലിവർ ഇങ്ങനെ പ്രശ്നത്തിലാകാനുള്ള കാരണം? ധാരാളം കാരണങ്ങളുണ്ട് അല്ലേ. ഒന്ന് നമ്മുടെ ആഹാര രീതി തന്നെയാണ്. ഒരു സംഗതി നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ആഹാര സാധനങ്ങളിലും എന്ന് പറഞ്ഞാൽ പച്ചക്കറി, പഴം, മത്സ്യമാംസാദികൾ എല്ലാ കാര്യങ്ങളിലും മാലിന്യം അല്ലെങ്കിൽ വിഷാംശം കലർന്നിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. പല പല വീഡിയോകളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില ഫ്രൂട്ട്സിനൊക്കെ മായം ചേർക്കുന്നത്, അല്ലെങ്കിൽ അതിൽ മരുന്ന് തളിക്കുന്നത്, അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ എടുക്കുമ്പോൾ അതിൽ മരുന്ന് തളിക്കുന്നത് ഒക്കെ നമ്മൾ പല വീഡിയോയിലും കണ്ട് നമ്മളെല്ലാം അവെയറാണ് അതിനെക്കുറിച്ച്. അപ്പൊ ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ എല്ലാ മാലിന്യങ്ങളും വാങ്ങി വെക്കുന്ന മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിവറാണ്. ഓക്കെ, ഈ ലിവർ സഫർ ചെയ്യാൻ സ്വയം അനുഭവിച്ചിട്ട് മറ്റുള്ള ഓർഗനുകളെ സുഗമമായി ജോലി ചെയ്യാൻ വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലിവർ പ്രശ്നത്തിലാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലിവറിന്റെ ഇമോഷനായ ആങ്കർ വളരെയധികം കൂടുന്നത്. അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, ഈ കാര്യം ആലോചിച്ചു കൊള്ളുക. നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, ഞാൻ അതിൻ്റെ ഒരു സിംറ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ പരിചിന്തിക്കുക, നിങ്ങളുടെ ലിവറിനെ നിങ്ങൾ പരിപോഷിപ്പിക്കേണ്ട സമയമായി. അതെങ്ങനെയെല്ലാം ചെയ്യാമെന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കും.